നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ മാത്രം മതി ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്ന ഫുൾ ഇൻവെസ്റ്റിംഗ് ജേർണി നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാം. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇൻവെസ്റ്റിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഒട്ടും കൺഫ്യൂഷൻ അടിപ്പിക്കാതെ പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ വീഡിയോയിലുണ്ട്. തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളെല്ലാവരും ഇൻവെസ്റ്റിങ്ങിനെ പറ്റി ഇപ്പം തന്നെ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേർണി തുടങ്ങിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ വളരെ ചെറിയ പേസിലാണ് നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നതെങ്കിലോ എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം? ഇൻവെസ്റ്റിങ്ങിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തുന്ന ഏറ്റവും വലിയ ട്രബിൾ എന്താണ് എന്ന് താഴെ കമൻറ്റിലൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ആ കോമെൻറ്റിന് റിപ്ലൈ ആയിട്ടോ അതല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ടോ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആ പ്രോബ്ലം താഴെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അത് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ താഴെ കമൻറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ ആയിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡിസ്ക്ലൈമർ പറഞ്ഞോട്ടെ, ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അഡ്വൈസറിന് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരാളെ കോൺടാക്ട് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടതെന്ന്. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എനിക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതിനുശേഷം ഉറപ്പായിട്ട് ഞാൻ ആ ടോപ്പിക്കിലേക്ക് കടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ വെൽക്കം ഹോം. നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ റെഡിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചാനലിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ഈ ചാനലിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആയി പോവില്ല എന്നും നമ്മൾ ഉറപ്പുവരുത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിൻ്റെ ഭാഗമാവാനായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക. നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളുടെ ഫിനാൻസും ലൈഫും ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നത്. അതെൻ്റെ പ്രോമിസ് ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. വാട്ട് ആൻഡ് വൈ. നമ്മുടെ ഇൻവെസ്റ്റിങ്ങിൻ്റെ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം വെച്ച് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു 1000 രൂപ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് 1000 രൂപ നിങ്ങളുടെ വീട്ടിലെ ലോക്കറിൽ വെക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളൊരു ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ലോക്കറിലാണ് ആ പൈസ വെക്കുന്നതെങ്കിൽ അത് സേഫ് ആയിട്ട് അവിടെ തന്നെ കാണും. പക്ഷേ നമ്മൾ ആ 1000 രൂപയെ പണിയെടുക്കാൻ വിടുവാണെങ്കിൽ, അതല്ലെങ്കിൽ അതെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിൽ കൊണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ, ഒരു വർഷം കഴിയുമ്പോൾ ആ പൈസ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് കുറച്ച് എക്സ്ട്രാ പൈസയും കൊണ്ടായിരിക്കും. പുറത്ത് രാജ്യത്ത് വർക്ക് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച ആളുകൾ വരുന്ന പോലെ. ഇതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഇൻവെസ്റ്റിംഗ് കൺസിഡർ ചെയ്യാനായിട്ട് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അതിൻ്റെ പേരാണ് ഇൻഫ്ലേഷൻ. പണ്ടാരം പിന്നെയും വില കൂടിയല്ലോ എന്ന് നമ്മൾ സാധാരണക്കാർ പറയുന്ന ഇതേ കാര്യം എക്കണോമിസ്റ്റ് പറയുമ്പോൾ അവർ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇനി കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ആ പണത്തിൻ്റെ പർച്ചേസിംഗ് പവർ നഷ്ടപ്പെടുന്നതിനെയാണ്, മുഴുവനായിട്ടല്ല കുറച്ചെങ്കിലും നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ 1000 രൂപ കൊണ്ട് നമുക്ക് ഇന്ന് 100 തേങ്ങ അല്ലെങ്കിൽ മാങ്ങ എന്തെങ്കിലും വാങ്ങിക്കാൻ സാധിക്കും എന്ന് കരുതുക. 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ 100 തേങ്ങയുടെ വില 1200 1300 ആയി കഴിയും. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ 1000 രൂപയുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു. അതായത് ഇന്ന് ആ 1000 രൂപയ്ക്ക് 100 തേങ്ങ വാങ്ങിച്ച് നമുക്ക് തരാൻ പറ്റുമെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഈ തേങ്ങയുടെ വില കൂടിയതുകൊണ്ട് തന്നെ 80 അതിൽ താഴെ കൗണ്ട് മാത്രമേ ഈ 1000 രൂപയ്ക്ക് നമുക്ക് വാങ്ങിച്ചു തരാൻ സാധിക്കൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ 1000 രൂപയുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു പോയിന്ന്. പക്ഷേ നിങ്ങൾ ഈ 1000 രൂപ നിങ്ങളുടെ കയ്യിൽ വെറുതെ വെക്കാതെ അല്ലെങ്കിൽ ലോക്കറിൽ വെറുതെ വെക്കാതെ നിങ്ങളത് എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ 2 വർഷത്തിനകം ആ പണം വളർന്ന് 1200 രൂപയൊക്കെ ആവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ 1200 രൂപ കൊണ്ട് കടയിൽ ചെന്നാൽ നമുക്ക് 100 മാങ്ങ ഓർ തേങ്ങ വാങ്ങിക്കാൻ സാധിക്കും. ബട്ട് വെയിറ്റ്, അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ. നമുക്കതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം അല്ലേ. പക്ഷേ നിങ്ങൾ ഈ 1000 രൂപ നിങ്ങളുടെ കയ്യിൽ വെറുതെ വെക്കാതെ അല്ലെങ്കിൽ ലോക്കറിൽ വെറുതെ വെക്കാതെ നിങ്ങളത് എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ 2 വർഷത്തിനകം ആ പണം വളർന്ന് 1200 രൂപയൊക്കെ ആവും. ആ പണം തനിയെ വളർന്ന് 1200 രൂപയാവും എന്നല്ലേ. ബട്ട് ഹൗ, എങ്ങനെ? ആ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വാക്കിന് പകരം നല്ല വാല്യൂ ഉള്ള സാധനം വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കുക എന്ന് റീപ്ലേസ് ചെയ്താൽ ഈ സംശയം മാറും. അത് വളരെ സിമ്പിളാണ്. നമ്മൾ വാല്യൂ ഉള്ള എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ കണ്ടെത്തുന്നു. നമ്മുടെ ഈ കറൻസി നമ്മൾ ആ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം ആ പണത്തിൻ്റെ വില മേളിലോട്ടോ താഴോട്ടോ എങ്ങോട്ട് പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി ആ കറൻസി വിറ്റ് പ്രോഡക്റ്റോ അതല്ലെങ്കിൽ ആ ഒരു ഐറ്റമോ വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കയ്യിൽ പൈസ വെച്ചാലേ ഉള്ളൂ പ്രശ്നം. ഇതിൻ്റെ പർച്ചേസിംഗ് പവർ പോകും, ഇൻഫ്ലേഷൻ വരും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ആ പൈസ കൊടുത്ത് നല്ല വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ പണത്തിൻ്റെ വാല്യൂ മേളിലോട്ടോ താഴോട്ടോ പോകുന്നുണ്ട് എന്ന് നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ആ സാധനം കൃത്യമായിട്ടും നല്ല വാല്യൂ ഉള്ള സാധനമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ വാല്യൂ മുകളിലോട്ട് പോകും. ആ സമയത്ത് നമ്മൾ അത് വിറ്റ് തിരിച്ച് നമ്മുടെ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണത്തിൻ്റെ മൂല്യം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ മൂല്യം കൂടുതൽ കിട്ടി എന്നും വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്ന അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഈ വാല്യൂ ഉള്ള സാധനങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത് എന്നാണ്. അതിനു മുമ്പേ എനിക്ക് ഒരു പ്രൊമോഷൻ ഉണ്ട്. ചുമ്മാ തമാശ പറഞ്ഞാൽ പ്രൊമോഷൻ ഒന്നുമില്ല. പക്ഷേ എനിക്ക് ആകെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ
ഫിനാൻഷ്യൽ ലിറ്ററസി ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ് 23 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തിയത്? നല്ല വാല്യൂ ഉള്ള സാധനങ്ങൾ നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് സ്റ്റോക്സ്, ഷെയർസ്, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്, മ്യൂച്വൽ ഫണ്ട്സ്, ക്രിപ്റ്റോ, ഇതൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല സ്ഥലങ്ങളെന്നല്ലേ. അപ്പോൾ ഇതെല്ലാം വാല്യൂ ഉള്ള സാധനങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇത് ഏതെങ്കിലുമൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് ചേരുന്നതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊരു ബിഗിനർ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ മാത്രമേ ഉള്ളെങ്കിലോ ഞാൻ ഈ മേളിൽ പറഞ്ഞ എല്ലാ കാര്യത്തിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അത് മാത്രമല്ല, നോർമലി ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ആളുകൾ മനസ്സിലാക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയാണ്. അതിനോട് കൂടെ തന്നെ മറ്റ് ചില ജനറിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഗോൾഡ്, ഗവൺമെന്റ് ബോൺസ്, ലിക്വിഡ് ഫണ്ട്സ്, അങ്ങനെയൊക്കെ. ഐ ആം പ്രിറ്റി ഷുവർ ദാറ്റ് നിങ്ങൾ ഇവിടെ കാണാൻ വന്നിരിക്കുന്ന മിക്ക ആളുകൾക്കും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ആയിരിക്കും കൂടുതൽ അറിയാൻ താല്പര്യം. അപ്പോൾ നമുക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുക എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഒരു ചെറിയ പോർഷൻ ഓണർഷിപ്പ് നമ്മൾ വാങ്ങിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് പോലൊരു നല്ല കമ്പനിയുടെ 100 ഷെയർസ് ഞാൻ വാങ്ങിച്ചു എന്ന് കരുതുക. എനിക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നത്? 2 തരത്തിലാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഒന്നാമത്തത് ഡിവിഡൻസ്. എന്താണ് ഡിവിഡൻസ്? ചില കമ്പനികൾക്ക് ഒരു വർഷം അവരുണ്ടാക്കുന്ന പ്രോഫിറ്റിന്റെ ചെറിയൊരു പെർസെൻറ്റേജ് അവരുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അവർ വീതിച്ചു കൊടുക്കും. ഇതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇതെല്ലാ കമ്പനികളും ഒന്നും തരുന്നില്ല. കുറച്ച് കമ്പനികൾ മാത്രമേ ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് പൈസ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ ക്വാർട്ടർലിയും ആയിരിക്കും അവർ കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഞാൻ ഇന്ന് വാങ്ങിച്ചു വെച്ച ഈ 100 ഷെയർസ് 10 വർഷം കഴിഞ്ഞ് ഞാൻ വിൽക്കുന്ന സമയത്ത് ഞാൻ മേടിച്ചപ്പോൾ കൊടുത്തതിനേക്കാളും ഇരട്ടിയോ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ പൈസ ആയിരിക്കും ആ സ്റ്റോക്കിന്റെ വില. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് ആ സ്റ്റോക്ക് വിൽക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടും. ഇത് പറഞ്ഞു തീരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒബ്വിയസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ഏത് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മളെപ്പോലുള്ള ബിഗിനേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് വാറൻ ബഫറ്റ്, റേ ഡാലിയോ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സിൽ ഒരാളായ മോനീഷ് പബ്രായോ ഒക്കെ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കാം. ഇവർ പറയുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ കൊള്ളാവുന്നതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. ഇനി അറിഞ്ഞാൽ തന്നെ എപ്പോഴാണ് വാങ്ങിക്കേണ്ടത്, എപ്പോഴാണ് വിൽക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ഇൻഫർമേഷൻ കിട്ടാനുള്ള സാഹചര്യം പോലും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അതിനും പുറമെ ഒരുപാട് ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഫ്യൂച്ചർ പ്രോപ്പറായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കൂ. നമ്മൾ ആരും ഫിനാൻഷ്യൽ അനലിസ്റ്റും അല്ല. അപ്പോൾ എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? നമ്മളെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് പറയുന്നത്? ഒരിക്കലും അല്ല. അപ്പോൾ എന്താണ് അതിനുള്ള സൊല്യൂഷൻ? നമുക്ക് അതിനുള്ള സൊല്യൂഷൻ നോക്കുന്നതിന് മുമ്പ് നമുക്കൊരു സെനാരിയോ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിന്റെ വെറും ഒരു വൈൽഡ് ഇമാജിനേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് മനസ്സിലാവാനായിട്ട് എല്ലാവർക്കും ഒരു മാർക്കറ്റിലോട്ട് പോവാം, ലുലു മോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക്. അപ്പോൾ നമ്മൾ ഈ ലുലു മോൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാനല്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. നമുക്ക് ഓരോ ആളുകൾക്കും 1 ലക്ഷം രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ലുലു മോളിനകത്ത് 300 ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ എല്ലാ ഷോപ്പുകളും നമുക്ക് അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് തരും. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് വിൽക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരും. എന്തൊക്കെയാണ് അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ്, എന്തൊക്കെയാണ് അവർ കൂടുതൽ മുമ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ഏത് ഷോപ്പിലും കയറി ഇൻഫർമേഷൻസ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ നമ്പർ 1, നമ്മൾ കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ ലുലു മോളിലുള്ള 300 കടകളിൽ നിന്നും 5 കട സെലക്ട് ചെയ്തിട്ട് 1 ലക്ഷം ഈ 5 കടയിലുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്നു. ഇങ്ങനെ നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ? 1-2 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 5 ഷോപ്പുകളിലും 2 ലാഭമായി 3 നഷ്ടമായാൽ പോലും നമുക്ക് നഷ്ടമായിരിക്കും. അതല്ല, 3 ലാഭമായി 2 നഷ്ടമായാൽ പോലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല നമുക്ക് ലാഭമായിരിക്കുമോ നഷ്ടമായിരിക്കുമോ എന്ന്. ഇനി ആദ്യത്തെ വർഷം 5 കടകളിലും ലാഭമായാൽ പോലും മുന്നോട്ടുള്ള വർഷങ്ങളിൽ നമുക്കിത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി ഓപ്ഷൻ നമ്പർ 2, നമ്മൾ ലുലു മോളിലുള്ള 300 കടകളിലെയും ലിസ്റ്റ് എടുക്കുക. ഒന്നാമത്തത് ലുലു മോളിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പായിരിക്കും. അങ്ങനെ ഡിസെൻഡിങ് ഓർഡറിൽ 300 കമ്പനിയുടെ ലിസ്റ്റ് നമ്മൾ എടുക്കുക. എന്നിട്ട് ഏറ്റവും താഴെയുള്ള 250 ഷോപ്സും നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു. ഏറ്റവും മുകളിലുള്ള 50 ഷോപ്സും മാത്രം നമ്മൾ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഈ 1 ലക്ഷം രൂപ ഈ 50 കമ്പനീസിലും ഈക്വൽ ആയിട്ടല്ല, ഏറ്റവും 1-ാം നമ്പറിലുള്ള ഷോപ്പിന് കൂടുതൽ പൈസയും അതിന് തൊട്ട് താഴെയുള്ള ഷോപ്പിന് അതിൽ കുറച്ച് കുറവ് പൈസയും അങ്ങനെ നമ്മൾ ഈ 50 ഷോപ്പിലുമായിട്ട് നമ്മുടെ ഈ 1 ലക്ഷം രൂപ വീതിച്ചു കൊടുക്കുന്നു. ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഒന്നാമത് നമ്മൾ ഈ 300 കടകളിലും കയറി ഇന്റൻസീവ് ആയിട്ടുള്ള റിസർച്ച് നടത്തി 5-6 കമ്പനി കണ്ടുപിടിക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ഇതിന്റെ അസെൻഡിങ് ഓർഡറിലുള്ള ലിസ്റ്റ് മാത്രം കിട്ടിയാൽ മതി. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 50 കമ്പനീസിലെ 10 കമ്പനിയോ 20 കമ്പനിയോ നഷ്ടത്തിലായാൽ പോലും നമുക്ക്
ഓവറോൾ നഷ്ടം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി ഓപ്ഷൻ നമ്പർ 3, നമ്മൾ ഈ ലുലു മോൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് കയറുമ്പോൾ തന്നെ അവിടെ ഡെസ്കിലിരിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ അടുത്ത് പറയുവാണ്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യേണ്ട, നിങ്ങളെ ഇത് ചെയ്യാനായിട്ട് ഞങ്ങൾ സഹായിക്കാം. ഈ ലുലു മോളിലുള്ള ഏറ്റവും ടോപ്പ് 10 കമ്പനീസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തരുന്നതാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 1 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് കുറച്ച് കമ്മീഷൻ കൂടെ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഫേമും വളരെ കൃത്യമായിട്ട് പ്രഡിക്ഷൻസ് നടത്താറില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ വർഷവും വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഫിനാൻഷ്യൽ ഫേംസ് വളരെ കുറവാണ്. അതായത് അവരും മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ എപ്പോഴും അങ്ങനെ ആയിരിക്കും നമുക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഓപ്ഷൻ 1 ഓപ്ഷൻ 2 ഉണ്ടാക്കുന്നതിലും കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള ചാൻസ് ഓപ്ഷൻ 3 നമുക്ക് ഇനി ലുലു മോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ വിട്ടിട്ട് നമുക്ക് റിയൽ വേൾഡിലോട്ട് വരാം. ഈ ലുലു മോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. ഓപ്ഷൻ 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലോ മറ്റേതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലോ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് സ്പെസിഫിക് ആയിട്ട് അതിനെപ്പറ്റി പഠിച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് പിക്ക് ചെയ്യുന്നതാണ് ഓപ്ഷൻ 1. ഇനി ഓപ്ഷൻ 2 എന്താണ്? ഓപ്ഷൻ 2നെയാണ് നമ്മൾ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. എന്താണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കമ്പനീസിന്റെ പോർഷൻസ് എടുത്ത് ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് അത് ഒരു ബണ്ടിലായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിനെയാണ് നമ്മൾ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഒരു കമ്പനിയായിട്ടോ 2 കമ്പനിയായിട്ടോ 3 കമ്പനിയായിട്ടോ അല്ല വാങ്ങിക്കുന്നത്, ഒരു ബണ്ടിൽ ഓഫ് 50, 250, 500 അങ്ങനെയൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള നിഫ്റ്റി 50 എടുത്തു കഴിഞ്ഞാൽ 50 കമ്പനീസിന്റെ സ്റ്റോക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതല്ല US-ലുള്ള S&P 500 എടുത്തു കഴിഞ്ഞാൽ US-ലുള്ള ഏറ്റവും ടോപ്പ് 500 കമ്പനീസിന്റെ സ്റ്റോക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ ഒന്ന് പറയാം. നമ്മുടെ നിഫ്റ്റി 50 ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഞാനൊരു 100 രൂപ ഇട്ട് നമ്മുടെ നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഞാൻ പർച്ചേസ് ചെയ്താൽ എനിക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഒന്ന് കയറി നോക്കാം. 11.07% HDFC ബാങ്ക് ആണ്. അതായത് ഞാൻ 100 രൂപ മുടക്കി കഴിഞ്ഞാൽ 11.07 റുപ്പീസ് പോകുന്നത് HDFC ബാങ്കിന്റെ ഷെയർസ് വാങ്ങിക്കാനാണ്. അതേപോലെ തന്നെ തൊട്ട് താഴെ നിൽക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ്, 10.22 രൂപ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സ്റ്റോക്ക് മേടിക്കാനാണ് പോകുന്നത്. അങ്ങനെ ഞാൻ താഴോട്ട് വന്നാൽ 50ാമത് നിൽക്കുന്നത് ഡിവീസ് ലബോറട്ടറീസ് ആണ്. എൻ്റെ 100 രൂപയിലെ 45 പൈസ ഞാൻ ഡിവീസ് ലബോറട്ടറീസ് വാങ്ങിക്കാനായിട്ടായിരിക്കും ചിലവാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് കമ്പനീസ് ചെറുതാവും തോറും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ എമൗണ്ടിന്റെ അതിലേക്കുള്ള ഷെയർ കുറഞ്ഞുകൊണ്ടുവരും. അതല്ലെങ്കിൽ കമ്പനികൾ എത്രത്തോളം സ്റ്റേബിൾ ആവുന്നു അത്രത്തോളം കൂടുതൽ പണമായിരിക്കും എൻ്റെ ടോട്ടൽ എമൗണ്ടിൽ നിന്നും ആ കമ്പനിയുടെ ഷെയറിലേക്ക് പോകുന്നത്. ഇനി ഇൻഡെക്സ് ഫണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ പ്രത്യേകം ഈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനിയും നിരത്തി വെച്ചിട്ട് ഏറ്റവും ടോപ്പ് 50 എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇതെല്ലാം പാസീവായിട്ട് നടക്കുന്ന സംഭവമാണ്. നിങ്ങൾ എവിടെ നിന്നാണോ സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ടും ഒക്കെ വാങ്ങിക്കുന്നത് അവിടെ തന്നെ നിങ്ങൾക്ക് ഇൻഡെക്സ് ഫണ്ടായിട്ട് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾ പ്രത്യേകിച്ച് ഇതിന് ഒരു എഫേർട്ടും എടുക്കേണ്ടതായിട്ടില്ല. ഈ കാണുന്നതാണ് US സ്റ്റോക്ക് മാർക്കറ്റിലെ S&P 500 എന്ന് പറയുന്ന ഇൻഡെക്സ്. ഇതിന്റെ ടോപ്പിൽ നിൽക്കുന്ന കമ്പനീസ് ഒക്കെ നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള കമ്പനീസ് ആയിരിക്കും. ഇതിങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അമേരിക്കയിൽ തന്നെ ഏറ്റവും ടോപ്പ് 500 കമ്പനീസിന്റെ സ്റ്റോക്സ് ആണ് നമ്മൾ ഈ S&P 500 എന്ന് പറയുന്ന ഇൻഡെക്സ് ഫണ്ട് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്. ഇനി ഇൻഡെക്സ് ഫണ്ടിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻഡെക്സ് ഫണ്ട്സ് വളരെ ചീപ്പാണ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ബ്രോക്കർ വഴിയാണ് നമ്മൾ ഇൻഡെക്സ് ഫണ്ട് വാങ്ങിക്കുന്നതെങ്കിൽ അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള ബ്രോക്കറേജ് മാത്രം നമ്മൾ ഇതിന് കൊടുത്താൽ മതി. കാരണം ഇവരല്ല ഡിസൈഡ് ചെയ്യുന്നത് ഏതൊക്കെ കമ്പനീസിന്റെ സ്റ്റോക്കാണ് വാങ്ങിക്കുന്നത് എന്ന്. കാരണം നിഫ്റ്റി 50യിലുള്ള ടോപ്പ് കമ്പനീസ് ഏതൊക്കെയാണ് എന്ന് ഓൾറെഡി ഡിസൈഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ തരുന്ന പൈസയ്ക്ക് ഈ പറയുന്ന കമ്പനീസ് ആ പ്രൊപ്പോർഷണലായിട്ടുള്ള എമൗണ്ടിന് വാങ്ങിച്ചു വെക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിന് കോസ്റ്റും വളരെ കുറവായിരിക്കും. കോസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് കൊടുക്കുന്ന ബ്രോക്കറേജ് വളരെ കുറവായിരിക്കും. ഇനി നമ്മൾ നേരത്തെ കണ്ട ഓപ്ഷൻ 3 ആണ് മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് വളരെ 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 ബ്രോഡായിട്ടൊരു ടോപ്പിക്കാണ്. അതിന് 1, 2, 3, 10 വീഡിയോ ചെയ്താൽ പോലും തികയില്ല. പക്ഷേ ഞാൻ വളരെ സിമ്പിളായിട്ടൊന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് വഴിയും ഇൻഡെക്സ് ഫണ്ട്സ് വാങ്ങിക്കാം. നിങ്ങൾക്ക് എവിടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണോ, എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണോ, ഏതൊക്കെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യണോ എല്ലാം നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് വഴി ചെയ്യാൻ പറ്റും. ബിഗ് കമ്പനീസ്, സ്മോൾ കമ്പനീസ്, മീഡിയം കമ്പനീസ്, അതല്ലെങ്കിൽ ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്, US-ൽ ഇൻവെസ്റ്റ് ചെയ്യണം, ജപ്പാനിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എവിടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഉപയോഗിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഗവൺമെന്റ് ബോൺസോ ലിക്വിഡ് ഫണ്ട്സിലാണെങ്കിൽ അതിനും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഫോക്കസ് ഇൻഡെക്സ് ഫണ്ട്സിലാണ്, അതായത് നമ്മുടെ ഓപ്ഷൻ 2ലാണ്. അപ്പോൾ ഈ 3 ഓപ്ഷൻസും 3 സെനാരിയോയും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇതിലേതാണ് നിങ്ങൾക്ക് പറ്റുന്ന ഓപ്ഷൻ എന്ന്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഹൈലി സജസ്റ്റ് ചെയ്യുന്നത് ഓപ്ഷൻ 2 ആണ്, ഇൻഡെക്സ് ഫണ്ട്സ്. ഇനി അടുത്ത നമുക്ക് എല്ലാവർക്കും വരുന്ന ചോദ്യം, വെയർ ടു സ്റ്റാർട്ട്. ഞാൻ മേളിൽ പറഞ്ഞ ഈ 3 ഓപ്ഷൻസും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് വഴി ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുക്കുക, നിങ്ങൾക്ക് ഏറ്റവും വിശ്വസം എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുക, ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 ഓപ്ഷൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും അറിയാത്തവർക്കായിട്ട് ഞാൻ ക്വിക്കായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പണ്ട് കാലത്ത് നമ്മുടെ മുമ്പുള്ള ജനറേഷനൊക്കെ സ്റ്റോക്സ് വാങ്ങിക്കുന്ന സമയത്ത്
സമയത്ത് അവർക്കൊരു പേപ്പറിൽ എഴുതി ഒരു സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ഈ ഒരു സർട്ടിഫിക്കറ്റിനെ ഡീമെറ്റീരിയലൈസ് ചെയ്തിട്ട് അത് ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതിനെയാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് സ്റ്റോക്സോ മ്യൂച്വൽ ഫണ്ട്സോ വാങ്ങിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഈ ഇലക്ട്രോണിക് അക്കൗണ്ടിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. NSDL, CDSL പോലുള്ള കമ്പനീസ് ആണ് നമുക്ക് വേണ്ടി ഡിമാറ്റ് അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ NSDLനെയോ CDSLനെയോ ഒന്നും പോയി കാണേണ്ട ആവശ്യമില്ല. NSDL, CDSLന്റെയും നമ്മളെപ്പോലുള്ള സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് തരുന്ന ആളുകളാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ വളരെ കടുകട്ടി പേരൊന്നും കേട്ട് നിങ്ങൾ ഞെട്ടണ്ട. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സെറോദ, അപ്സ്റ്റോക്സ്, ഗ്രോ, നമ്മുടെ ഇന്ത്യയിലുള്ള മിക്ക നാഷണലൈസ്ഡ് ബാങ്കും ഇവരെല്ലാം ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ്. ആരുടെ അടുത്ത് ചെന്നാലും നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും കിട്ടുന്ന ചോദ്യം, ഞാൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം, നമ്മുടെ സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏത് പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സെറോദ, അപ്സ്റ്റോക്സ്, ഗ്രോ, 5 പൈസ, ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം മാത്രം ഉറപ്പുവരുത്തുക, ഇത് സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുക. അത് നോക്കാനായിട്ട് സെബിയുടെ തന്നെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അവിടെ ഇവർ രജിസ്റ്റേർഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. ഇനി ഏത് പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും ബ്രോക്കറേജ് കുറവ്, ഏതിലാണ് മേടിക്കുന്നത് ലാഭം, ഏതാണ് കൂടുതൽ സേഫ്, അങ്ങനെ ഒന്നും ചോദിച്ച് നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. കാരണം ഇന്ന് ബ്രോക്കറേജ് കുറവുള്ള ഒരു പ്ലാറ്റ്ഫോം നാളെ ബ്രോക്കറേജ് കൂട്ടിയാൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റിംഗ് തുടങ്ങാനാണ്. ഇങ്ങനെ ചോദിച്ച് സമയം കളഞ്ഞുകൊണ്ടിരിക്കാതെ. ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എല്ലാം ഇന്റർമീഡിയറീസ് ആണ്. നമ്മുടെ പൈസ ഒന്ന് ഹോൾഡ് ചെയ്യുന്നത് അവരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് സേഫ് എന്നുള്ള ചോദ്യത്തിന് പോലും അവിടെ റിലവൻസ് ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ പിക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്, പിക്ക് ചെയ്യുന്ന സ്റ്റോക്സ്, പിക്ക് ചെയ്യുന്ന ഫണ്ട്സ് പ്രോപ്പർ ആണോ, അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോക്ക് ചേരുന്നതാണോ എന്ന് ഫോക്കസ് ചെയ്യുക. നമ്മളൊരു ബിഗിനർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റിംഗിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ഇന്ന് ഞാൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്നത് പോലെ ഇൻഡെക്സ് ഫണ്ട്സ് വാങ്ങിച്ച് നിങ്ങൾ 1, 2, 3, 4 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒരുപാട് താണു നിൽക്കുക എന്ന് കരുതുക. അതായത് നിങ്ങൾ 3 വർഷം കൊണ്ട് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ നിങ്ങൾ 3 വർഷത്തിന് ശേഷം നിങ്ങളുടെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുന്ന സമയത്ത് 5 ലക്ഷം രൂപയേ ഉള്ളൂ എന്ന് കരുതുക. നിങ്ങൾക്ക് നല്ല കൺവിക്ഷൻ ഉള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന് വേണ്ടി വീണ് കൊടുത്തിട്ട് അത് വിറ്റൊഴിവാക്കി നിങ്ങൾ ആ ലോസ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇൻഡെക്സ് ഫണ്ട്സ് ഒക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിലെ നിഫ്റ്റി 50 ആണെങ്കിൽ 50 കമ്പനികൾ നഷ്ടത്തിൽ കുറേ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു സെനാരിയോ വളരെ വളരെ റെയർ ആയിരിക്കാം. അതല്ല നിങ്ങൾ അമേരിക്കയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ S&P 500 ആണെങ്കിൽ 500 കമ്പനീസും എല്ലാ വർഷവും ഇനി അങ്ങോട്ട് 30, 40, 50 വർഷം നിങ്ങളെ ലോസിൽ തന്നെ നിർത്താനുള്ള ചാൻസസും വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ താണു നിൽക്കുവാണെങ്കിലും അതിലേക്ക് ഹോൾഡ് ഓൺ ചെയ്ത് നിന്ന് നിങ്ങളുടെ ഇമോഷൻസിൽ വീണ് അത് വിറ്റൊഴിവാക്കി ലോസ് എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, ഹൗ ടു ഡു ദിസ് ഫാസ്റ്റ്. ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പൈസ നിങ്ങൾ വിശ്വസിച്ച് മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ആ മറ്റൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മൊത്തം പ്രോസസ്സിനെയും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ സാധിക്കുന്നത് നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ നല്ല സ്കിൽസ് പിക്കപ്പ് ചെയ്ത് നിങ്ങളുടെ കഴിവും കൂടി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ഇൻകം സ്ട്രീംസ് അങ്ങനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. എൻ്റെ മിക്ക വീഡിയോസിലും ഞാനിത് പറയാറുണ്ട്, ഒന്നിൽ കൂടുതൽ ഇൻകം സോഴ്സ് സെറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെ പറ്റി. നിങ്ങളിത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള 15 ഇൻകം മേക്കിംഗ് ഐഡിയാസ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് പിക്ക് ചെയ്ത് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്.